പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നിടത്ത് നമ്മളിങ്ങനെ കണ്ടുവരുന്ന കുറേ ശീലങ്ങളില്ലേ, ആ ശീലങ്ങളിലെ ഒരു അത്ഭുതമായ മനുഷ്യൻ. പാവങ്ങളുടെ എന്തൊക്കെ വൃത്തികേടായിരുന്നു അധികാരത്തിന്റെ ദുരമൂത്ത ഈ പിണറായി ആൾക്കെതിരെ പറഞ്ഞിരുന്നത്. എന്തെല്ലാം വൃത്തികേടുകൾ. ആ കൂട്ടത്തിലാ പറഞ്ഞത് 6000 കോടിയുടെ അഴിമതിയാണ് ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്ത് നടത്തുന്നത് അല്ലേ? ആ ഉമ്മൻചാണ്ടി 6000 കോടിക്ക് വേണ്ടിയാണ് വിഴിഞ്ഞം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഒരു ഉളുപ്പില്ലാതെ പ്രതിപക്ഷത്തെ പോലും ബഹിഷ്കരിച്ച് ഒഴിവാക്കാവുന്ന ഇടത്തോളം ഒഴിവാക്കിയിട്ട് അവിടെ പോയിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുകയാണ്. അയാൾ മനസ്സിലാക്കണം, ഒരു സ്വേച്ഛാധിപതി, ഒരു അഹങ്കാരി. ഈ അഹങ്കാരിയായ മനുഷ്യന്റെ ചെയ്തികൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായി ഈ പറയുന്ന അന്തം കമ്മികൾ വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഇന്നലെ അതിനെതിരെ ഒരു വലിയ പ്രതിരോധം സോഷ്യൽ മീഡിയയിൽ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ആന്റണി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ എന്താണ് INS വിക്രാന്ത് വിമാനവാഹിനി കപ്പല് നീറ്റിലിറക്കുകയാണ്. ഇപ്പൊ ചാലത്ത് വന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. നീറ്റിലിറക്കുകയാണ്. ആരാ ഇറക്കണത്? ആന്റണിയുടെ ഭാര്യ എലിസബത്താണ്. കണ്ടില്ലേ? പിന്നെന്താ തൈക്കണ്ടി ഫാമിലി ഇവിടെ പോയാൽ എന്നാണ്. തൈക്കണ്ടി ഫാമിലി എന്ന് പറഞ്ഞാൽ പിണറായിന്റെ ഫാമിലി എന്താ അവിടെ പോയാൽ? പേരക്കുട്ടി പോയാൽ എന്താ? ഈ കോൺഗ്രസ്സുകാരനും ലീഗുകാരനൊക്കെ 2 ദിവസമായിട്ട് കളിയാക്കല്ലേ? കണ്ടോ നിങ്ങൾ ആന്റണിയുടെ ഭാര്യ? എന്റെ സഖാവേ, വിവരം എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് നമുക്ക് ചോദിച്ചെങ്കിലും അറിയണ്ടെങ്കിൽ ഈ മാരിടൈം ആചാരം എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാവുന്നൊരു കേസാണത്. ഈ മാരിടൈം ആചാരം അവിടെ ഇനിയിപ്പോൾ നാളെ CPM ഇന്ത്യ രാജ്യം ഭരിച്ചു എന്ന് വിചാരിക്കാം. ആ നാളെ ഏതാന്നുള്ള അള്ളാഹ്ക്ക് അറിയില്ല, നമുക്കും അറിയില്ല. സുമാർ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളെ MLA റിയാസ് കേന്ദ്ര സുരക്ഷാ മന്ത്രിയായിട്ട് വന്നു നോക്കുക. ഈ നേവിയുടെ ഒക്കെ ചുമതലയുള്ള ആളായി വന്നത് വിചാരിക്കുക. എന്നാൽ ആ റിയാസിന് ഇങ്ങനെ ഒരു ഷിപ്പ് വന്നാൽ നീറ്റിലിറക്കാൻ പറ്റുമോ? ഇല്ല. തൈക്കണ്ടിയിൽ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഇറക്കണം, വീണ വരണം. അല്ലെങ്കിലോ നേവൽ ഓഫീസിന്റെ നേവൽ ചീഫിന്റെ ഭാര്യ വരണം. അതൊരു മാരിടൈം ആചാരമാണ്. സഖാക്കളെ, ഈ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് 1 മിനിറ്റ് ആരോടെങ്കിലും അറിവുള്ള ഒരാളോട് വിളിച്ചിട്ട് ചോദിക്കട്ടെ, നിങ്ങളെ നേതാക്കന്മാർ ചെയ്യുന്ന ഈ പൊട്ടത്തരങ്ങളെ എന്തിനാണ് സ്വന്തം വ്യക്തിത്വത്തെ കളഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കാൻ പോണത്? എന്തിനാണ്? ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട് സഖാക്കൾ. എന്നാലും പിണറായി പുതിയ AKG സെന്റർ ഉണ്ടാക്കിയില്ലേ? 135 കോടിയാണ്. സഖാബ്, നിനക്കറിയോ, നിലവിലുള്ള AKG സെന്ററിൽ ഫ്ലാറ്റ് കുറഞ്ഞിട്ടല്ല, സൗകര്യം കുറഞ്ഞിട്ടല്ല, കോൺഫറൻസ് ഹാൾ കുറഞ്ഞിട്ടല്ല, കേരളത്തിലെ CPM കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യക്കുറവും നിലവിലുള്ള AKG സെന്ററിൽ ഇല്ലാത്തത് കൊണ്ടല്ല. പാർട്ടിയിലെ ആളുകൾ ചോദിച്ചു, എന്തിനാണ് പിന്നെയും കോടികൾ മുടക്കി ഒരു ആഫീസ്? എന്താണെന്നറിയോ? അന്വേഷണ സംഘങ്ങൾ തലയുടെ മുകളിൽ ഇങ്ങനെ വട്ടിട്ട് പറക്കാൻ കണക്ക് കാണിക്കണം. ഉണ്ടാക്കിയ കള്ളപ്പണങ്ങൾ വെളുത്ത പണമാക്കി മാറ്റാൻ ചില ചെലവുകൾ കാണിക്കണം എന്ന് വെച്ചാൽ AKGയുടെ പേരിൽ കെട്ടിപ്പൊക്കിയ ആഫീസ് പോലും തന്റെ കള്ളപ്പണത്തിന് വേണ്ടി വിൽക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ഉണ്ടാക്കിയത് എന്ന സാമാന്യ ബോധമെങ്കിലും സഖാക്കളെ ഉണ്ടാവണ്ടേ നിങ്ങൾക്ക്? ഇതൊരു സാമാന്യ ബോധമല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കേരളത്തിൽ കളിക്കുന്ന കളി തൽക്കാലം ലാഭം ഉണ്ടാക്കാം, മെച്ചമുണ്ടാക്കാം. 4 കുറച്ച് സീറ്റുകൾ നിങ്ങൾ ഈ SFIയുടെ പേരിലൊക്കെ BJPക്ക് വിട്ടുകൊടുക്കാം, കൊടുത്തിട്ടുണ്ടാവാം. പാർലമെന്റ് സ്ഥാനം തൃശ്ശൂർ കൊടുത്ത പോലെ. പക്ഷേ ആത്യന്തികമായി തകരുന്നത് നിങ്ങളും നമ്മളും ഒക്കെ ഒരുമിച്ച് സമരം ചെയ്തെടുത്ത, ഇപ്പോഴും മരിച്ചു പോയിട്ടില്ല VS അച്യുതാനന്ദൻ, ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരുന്ന ഒരാൾ എന്ന നിലക്ക് ഞങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതവിടെ അഷ്കറൊക്കെ ഉണ്ട്, ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്, ഷാഫിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ ഒരു അഴിമതിക്കാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അയാൾ RSSുമായി സന്ധി ചെയ്യുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അയാളുടെ മനസ്സിലുള്ള മുസ്ലിം വിരുദ്ധതയെ അയാൾ ലവ് ജിഹാദ് പോലുള്ള പ്രയോഗങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്, വിവരക്കേടുകൾ കൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ RSSന് വിടുപണി എടുക്കുന്നു VS എന്ന് ഉന്നയിച്ചിട്ടില്ല. ആ VS ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ പോരാട്ടങ്ങൾ ബാക്കിയുണ്ട്, ചരിത്രങ്ങൾ ബാക്കിയുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ രാജ്യത്തെ കൊണ്ടുപോയി RSSന്റെ മുമ്പിൽ അടിയറ വെക്കുകയാണ്. ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്.
ഞാൻ പറയാണ്, വെറുതെ രാഷ്ട്രീയം പ്രസംഗിച്ചു പോകല്ല. ഇന്ത്യയില് വർത്തമാന കേരളത്തില് ഞങ്ങൾ എടുക്കുന്ന സമീപനങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഞങ്ങൾക്കുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയിൽ ഏകദേശം രാഷ്ട്രീയം അതിന്റെ ഒരു തെളിച്ചത്തിൽ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അതിന്റെ അമരത്തുണ്ട്. ഞങ്ങൾ മുസ്ലിം ലീഗ് ആ മുന്നേറ്റത്തിന്റെ കൂടെയുണ്ട്. ഞങ്ങൾ മുസ്ലിം ലീഗായി നിന്നുകൊണ്ട് തന്നെ നെഹ്റുവുമായി ഞങ്ങൾ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കോഴിക്കോട് അതിന് സാക്ഷിയാണ്. പക്ഷേ നെഹ്റുവിയൻ രാഷ്ട്രീയത്തെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്. എന്താ ക്ലാരിറ്റി? മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു, ചരിത്രത്തിൽ കാണാത്ത വിധം പീഡിപ്പിക്കപ്പെട്ടു, സങ്കടം നിറഞ്ഞ പീഡനമുണ്ടായി. അപ്പോ ആ ക്രിസ്ത്യാനികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു രാഹുൽ ഗാന്ധി. മണിപ്പൂർ മാത്രമല്ല, ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ പീഡിപ്പിക്കാൻ വന്നപ്പോ രാഹുൽ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായി. ഇതാ വഖഫിന്റെ പ്രശ്നം വന്നു. മുസ്ലിങ്ങളെ കോർണറൈസ് ചെയ്ത് ഭീകരമായി ടാർഗറ്റ് ചെയ്ത് മുസ്ലിം സമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഈ വഖഫിന്റെ പ്രശ്നം കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായ മുന്നേറ്റം ചെറുതല്ല. BJP പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പ്രതിപക്ഷത്തിന് സ്വരൂപിക്കാൻ കഴിഞ്ഞ മുന്നേറ്റത്തിന് രാഹുൽ നേതൃത്വം കൊടുത്തു. ഇത് ക്ലാരിറ്റിയാണ്, കൃത്യതയാണ്. എന്നാൽ ഒന്നുകൂടെ നിങ്ങൾ കേട്ടോളൂ. ഇന്ത്യയിലെ സംഘ് പരിവാരത്തിന്റെ അടിവേരറുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസ മുന്നേറ്റങ്ങളുടെ ഭാഗമായി സംഭവിക്കാൻ പോവാണ്. സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ജാതി സെൻസ് വരാൻ പോകുന്നത്. ഇതാര് പറഞ്ഞതാ? ജാതി സെൻസ് കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തതാണ്, രാഹുൽ ഗാന്ധി ഡിമാൻഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാഹുലിന്റെ പാർലമെന്റിലെ പ്രസംഗം നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിച്ച് രാഹുൽ നടത്തിയ പ്രസംഗം നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. അത്രമേൽ ഗൗരവത്തിലാണ് രാഹുൽ അത് പറഞ്ഞത്. ഇവിടെ ഒരു ജാതി സെൻസസ് നടക്കുന്നത് 931 പിന്നെ നടന്നിട്ടില്ല. ജാതി സെൻസസ് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാമോ? RSSന്റെ അടിസ്ഥാന അജണ്ടയെ അത് പൊളിച്ചു കളയും. എന്തുകൊണ്ടെന്നാൽ RSS സവർണാധി വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അത് മനുവിന്റെ നിയമം മുതൽ അവർ തിരസ്കരിക്കുന്ന സ്വീകരിക്കുന്ന നിയമങ്ങളെ മുഴുവൻ പരിശോധിച്ചാൽ ഞാൻ വിശദീകരിക്കുകയല്ല. എന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്? 4599 ജാതികൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, മതങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നാണ് കണക്ക്. 31 കണക്ക് 4591. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യത്യസ്തമായ ഇത്രയേറെ മതവിശ്വാസങ്ങൾ, സമുദായങ്ങൾ, ജാതീയതകൾ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ്, ഏകത്വമല്ല. സംഘ് പരിവാർ ശ്രമിക്കുന്നത് ഇന്ത്യയെ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന സ്വാഭാവികമായി കൊണ്ടുവരാൻ സാധ്യതയില്ലാത്ത നിയമത്തിനു വേണ്ടിയാണ്. എന്നാൽ ഇന്ത്യയിലെ ജാതീയ സെൻസസുകൾ പൊളിക്കാൻ പോകുന്നത് RSSന്റെ അജണ്ടയാണ്. ഈ കണക്കുകൾ പുറത്തു വരുമ്പോ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ കണക്കുകൾ പുറത്തു വരുമ്പോ കേരളത്തിലെ RSSകാരൻ കാലങ്ങളായി പറയുന്ന ചില നുണകളടക്കം പൊട്ടിപ്പോകേണ്ടതുണ്ട്. ഒപ്പം ഞങ്ങള് ഒരു ലീഗുകാർ എന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് കൂടെ ഞാൻ പറയട്ടെ, ഈ കണക്കുകൾ പുറത്തു വരുമ്പോ ഞങ്ങളുടെ പുന്നാര CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ പോലെ തലമുടിനാരിടയാണ് അതിർവരമ്പ്. ഞങ്ങളുടെ സമുദായത്തിന് ഏതെങ്കിലും മേഖലയിൽ ഒരു തലമുടിനാരിട അവകാശം ഞങ്ങളുടെ കൈകളിൽ ഉണ്ടായാൽ മറ്റൊരു സമുദായത്തിൻ്റെത് അത് തിരിച്ചു വാങ്ങിക്കൊടുക്കുന്നത് പോലെ ഇതേപോലെ സംഘടിച്ച് വാങ്ങിക്കൊടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമായി നിൽക്കും എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സെൻസസിനെ സ്വാഗതം ചെയ്യുകയും ആ സെൻസസിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയായി നിൽക്കുകയും ചെയ്യും. ഇത് ബാധ്യതയാണ്. പക്ഷേ ഇന്ത്യയിലെ സവർണ രാഷ്ട്രീയക്കാരാണ്, RSSകാരാ, നിങ്ങൾ ഭയപ്പെടണം. ഡൽഹിയിൽ മുഴുവൻ വിരാജിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അത് ഈ രാജ്യത്തിന്റെ സകലമാന മേഖലകളിലും, പട്ടാളത്തിൽ, നേവിയിൽ, എല്ലായിടത്തും ഈ രാജ്യത്തിലെ മൈക്രോ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ സവർണ വിഭാഗമാണ്. ഈ രാജ്യത്തിലെ ദളിതുകളെ മുഴുവൻ മാറ്റി നിർത്തി
അടിസ്ഥാന വർഗങ്ങളെ മുഴുവൻ മാറ്റി നിർത്തി ഈ രാജ്യത്തിലെ 10,000-കണക്കിന് വരുന്ന മനുഷ്യ സമൂഹങ്ങളെ, കോടിക്കണക്കിന് വരുന്ന മനുഷ്യ സമൂഹങ്ങളെ അടിമകളാക്കി ഭരിക്കുന്നത് ഈ രാജ്യത്തിലെ സവർണ സമൂഹമാണ്. ഞാൻ ചാലിയത്തുകാരോട് പറയുന്നത്, പ്രതീക്ഷാ നിർഭരമാണ് ഇന്ത്യയുടെ ഓരോ പോക്കും. വഖഫിന്റെ മൂവ്മെന്റ് മുതൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ആശങ്കക്ക് അടിസ്ഥാനമില്ല. കോഴിക്കോട് പറയുമ്പോഴും ഞാൻ പറഞ്ഞു, ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ ഒരു ഭരണകൂടമൊന്നും ആവശ്യമില്ല. അത് വേറെ കാഴ്ചപ്പാടാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ല, അത് വേറെ കാഴ്ചപ്പാടാണ്. ഞാൻ അതിലേക്ക് പോവല്ല. പക്ഷേ വിശ്വാസിക്ക് ജീവിക്കാൻ ഒരു ഭരണകൂടവും വേണ്ട, ഒരു ഭൂരിപക്ഷവും വേണ്ട, ഒരു കുടുംബം എന്ന സിസ്റ്റം പോലും വേണ്ട. നാം വിശ്വാസിയാവാൻ തീരുമാനിച്ചാൽ, അള്ളാഹുവിലേക്ക് അടുക്കാൻ തീരുമാനിച്ചാൽ എന്തിനാണ് മറ്റുള്ളവന്റെ അംഗീകാരം? എന്താ ആവശ്യം? അതുകൊണ്ട് ഈ രാജ്യത്തിലെ സംഘികൾ ഈ കാണുന്ന ആൾക്കൂട്ടമുണ്ടെങ്കിലേ മുസ്ലിം ഉണ്ടാകൂ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവൻ വിഡ്ഢിയാണ്. ഇതിന്റെ കാര്യമില്ല. ഇനി പറയട്ടെ, വഖഫ് അത് കൊടുക്കുന്നവനും അള്ളാഹുവും തമ്മിലുള്ള ഇടപാടാണ്. കൊടുക്കുന്നവനും അള്ളാഹുവും തമ്മിലുള്ള ഇടപാട്. മഹല്ല് കമ്മിറ്റി ആയിട്ടുള്ളത് നിയമക്കാർക്കാണ്, അതല്ലെങ്കിൽ വഖഫ് ബോർഡും ആയിട്ടുള്ളതൊക്കെ നിയമത്തിന്റെ പ്രശ്നമാണ്. പണ്ട് ഈ വഖഫ് ചെയ്യുന്ന കാലം വന്നപ്പോൾ ഉണ്ടാക്കിയ ബോർഡല്ല ഈ വഖഫ് ബോർഡ്, പിന്നെ വന്നതാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി അവന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് വഖഫ് ചെയ്യാൻ തീരുമാനിച്ചാൽ, അവൻ വഖഫ് ചെയ്താൽ അവന്റെ കൂലി അള്ളാഹുവിൽ നിന്ന് പരലോകത്ത് അവന് ലഭിക്കും. സംരക്ഷിക്കേണ്ട ബാധ്യത ലീഗായിട്ടും കൊടിയൊക്കെ പിടിച്ച് നടക്കണം നമുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായില്ല നിങ്ങൾ? മഹല്ലത്തൊക്കെ ആയി നടക്കണം നമുക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത് രാഷ്ട്രീയമായ ഒരു സമരമാണ്. ആ സമരത്തിൽ ജയിച്ചാലും തോറ്റാലും വഖഫ് നിലനിൽക്കും. NRC കൊണ്ടുവന്നപ്പോ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ മൂക്കിൽ വലിച്ചു കളയുന്നതല്ലായിരുന്നു അമിത്ഷാ പറഞ്ഞത്? അവരൊന്നും വലിക്കാൻ പറ്റിയ മൂക്ക് അമിത്ഷയുടെ മൂത്താപ്പന്മാരുള്ള കാലത്ത് നടന്നിട്ടില്ല. അതൊക്കെ വെറുതെ തോന്നുകയാണ്. ഇവിടെ തന്നെ ജീവിക്കും, ഈ നാട്ടിൽ അന്തസ്സോടെ അഭിമാനത്തോടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തിനെ ഉറക്കെ ഉച്ചരിച്ച് ഇവിടെ ജീവിക്കും. കലിമ ചൊല്ല് എന്ന് പറഞ്ഞിട്ട് ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് വെടിവെച്ചു കൊല്ലാൻ വന്ന ചില തെമ്മാടി കൂട്ടങ്ങളുടെ കൂടെയൊന്നും ഈ വിശ്വാസികളെ ചേർത്തു വെക്കാൻ RSSകാരൻ വിചാരിച്ചാലും നടക്കാൻ പോണില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഈ രാജ്യത്തിന് വേണ്ടി പടപെട്ട് മരിച്ചവരുടെ പാരമ്പര്യത്തിന്റെ കൂടെ മാത്രമേ വിശ്വാസിയെ ചേർത്തു വെക്കാൻ നിങ്ങൾക്ക് കഴിയൂ. ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവനോട്, മനുഷ്യനോട് അധാർമികമായി പ്രവർത്തിക്കുന്നവന്റെ പേര് മുസ്ലിം എന്നല്ല, അവന്റെ വിശ്വാസം ഇസ്ലാമുമല്ല. ഞങ്ങളുടെ കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭയപ്പെടുകയല്ല, രാഷ്ട്രീയമായ ദൃഢതയും ധൈര്യവും ഉണ്ടാവുകയാണ് വേണ്ടത്. നാളെ എല്ലാം കൂടെ വന്ന് മിണീക്കാളെന്ന് പറഞ്ഞ് വെറുതെ ടെൻഷനായിട്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല. അതൊന്നും വിശ്വാസിക്ക് പറഞ്ഞതല്ല. ധൈര്യപൂർവ്വം നിൽക്കണം. മറ്റൊന്ന്, നല്ല കൃത്യമായ വീക്ഷണങ്ങളും കൂട്ടായ്മയും ഉണ്ടാവണം. അനാവശ്യമായി പരസ്പരം തമ്മിൽ തല്ലാൻ ശ്രമിക്കുന്ന പുതിയ കാലത്ത് വറ്റുകുത്ത് എന്ന് പറയില്ലേ, ആ വറ്റുകുത്തുന്നതിൻ്റെ കുഴപ്പമായിട്ട് ഫിത്തനയായിട്ട് നടക്കുന്ന ആളുകൾ കുറച്ചെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ അപഗ്രഥിച്ചൊരുമിച്ച് നിൽക്കാനുള്ള ശക്തിയാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത്.